ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഉള്ളിത്തോൾ കൊണ്ട് നല്ലൊരു അടിപൊളി വളം, നല്ല വളം തക്കാളിക്കും എല്ലാറ്റിനും നല്ല കായ കിട്ടത്തിന് ഉണങ്ങിപ്പോയ ചെടിയായാലും അത് തേട്ട് ഉളിച്ച് നല്ല അടിപൊളിയായിട്ട് വരും, നല്ല കറുത്ത് വരും. ഞാൻ ചെയ്തതാണ്, അതൊന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നു. ഇപ്പോൾ ഇത് കഞ്ഞീൻ്റെ ഉള്ളിൽ ഈ വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടിക്കുന്നത് കണ്ട, ഇത് വെള്ളം, ഇത് ഉള്ളിത്തോല് പൊടുത്ത് വെച്ചാണ് 2-3 ദിവസമായി പൊടുത്ത് വെച്ചിട്ട് നല്ല വളമായില്ല, നല്ല കളറും വെള്ളവും കണ്ടാ. ഇത് പിയട്ടെ എന്താ ഇതാ, ഇത് കണ്ട നല്ല വളമായി. അത് പിരിച്ച് നല്ല എന്നാൽ പറയണതിന് മണമെന്നാണ്, നല്ല ഇതുപോലെ ഉണ്ട്. ഇത് അസൽ വളമാതിന് നല്ല പൊട്ടാസ് പൂക്കാനും കായ്ക്കാനും ചെടി തേട്ട് കുളിത്ത് വരാനും എല്ലാം ഇത് അത്ര നല്ല വളമാണ്. ഇത് മണം കൊണ്ട് നിൽക്കാൻ കഴിയില്ല. എന്താ ഇതാ, ഇനിയിപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇത് ഉള്ളിത്തോല്, ഇത് കുറച്ച് വേപ്പും കുരു പൊടിച്ചതായില്ലേ, ഇത് കുറച്ച് വേപ്പും കുരു പൊടിച്ചതാണ്. ഇതും കൂടി കുറച്ച് എടുത്ത് ഇതുണ്ടല്ലേ, പൊടിയാണ്, വേപ്പിൻ്റെ പൊടിയാണ്. ഇതും കുറച്ചിടുന്നുണ്ട് കണ്ടില്ലേ. ഇതാ പിന്നെ വെല്ലം, ഈ വെല്ലം പൊട്ടിയതായി വേണ്ട, എന്താ എന്താ വെല്ലം എന്താ എന്താ ഇത് വെല്ലം. ഇനി ഒരു 2 പൊടി ചാരവും നല്ലതാണ്, പൂക്കാനും കായ്ക്കാനും നല്ല വളമാണ്. ഇതാ കണ്ടില്ലേ, ഇതാ ഒരു 2 പൊടി ചാരവും കൂടി ഇട്ട് ഇത് കലക്കി അങ്ങ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി വളമായത്. ഇത് കണ്ടല്ലേ, ഇതിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക. ഇത് കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതായത് എല്ലാം പൊളിപ്പിച്ചതാണ്. എന്താ ഇതിപ്പോൾ ഇത് 2 ഇരട്ടി വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് ഇതാ 1/2 ബക്കറ്റ് വെള്ളമുണ്ട് വേണ്ട, ഇതുണ്ട്. ഇപ്പോൾ ഇത് ഒഴിച്ച് ഇതിനകത്ത് 2 ഇരട്ടി വെള്ളമുണ്ട്, അത് വേണ്ട കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതും കൂടി ഈ പിന്നിട്ടിൽ ഒഴിക്കട്ടെ. അതിൻ്റെ പുണ്ടി ഇതിൻ്റെ മണ്ടക്കന്നെ ഇടാം, അമിഞ്ഞതാണ്, നല്ല ഇതാണ്. ഇനി ഇത് വേണ്ടി കമ്പോസ്റ്റിലിടാം. ഇതിൻ്റെ ഉള്ളിത്തോലിൻ്റെ ഇതുണ്ടല്ലോ പുണ്ടി, ആ കമ്പോസ്റ്റിനെ ഇട്ടാൽ നല്ല കമ്പോസ്റ്റായിട്ട് വരും. ഉണ്ടല്ലേ എന്താ നല്ല, അത് ഇനി അതിന് ചുവന്ന് കളറും വെള്ളം വരും. ഇത് കണ്ടില്ലേ, ഇതാണ് വെള്ളം. ഇപ്പം നല്ല അടിപൊളി വളമാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉണങ്ങിപ്പോകാൻ പോകുന്ന അങ്ങനെ ഒരു നശിച്ചു പോകാൻ പോകുന്ന അതും ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് എണീറ്റ് നിന്നിട്ട് നല്ല തേട്ട് പച്ചപ്പോടെ വരും. ഞാനിതിൽ ഒഴിക്കട്ടെ. ഇത് മട്ടൻ മുമ്പത്തിന് ഒഴിക്കുന്നത്, ഇത് ലേശം എല്ലാറ്റിനും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ടുള്ള വളമാണ് ഇത്. 2 ദിവസം കഴിയുമ്പോഴേക്ക് നല്ല അത്ര നല്ല വളമാണ്, ഞാൻ ഉപയോഗിക്കുന്ന വളമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണണം, ഇത് ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ചിട്ട് നല്ല പച്ചപ്പും ഇതും വരും. എൻ്റെ ഇപ്പം എൻ്റെ പച്ചക്കറിക്ക് ആ പച്ചപ്പ് കുറഞ്ഞിട്ടില്ല, നോക്കറാ നല്ല പച്ചപ്പില്ലേ. ഈ മുമ്പ് നട്ടതിന് തന്നെ ആ കയ്പെല്ലാം നോക്കറ, ആദ്യം ആളെ നട്ടതല്ലേ, എന്നിട്ട് ഒരു പച്ചപ്പിന് ഒരു കുറവും വന്നിട്ടില്ല. ഞാനിപ്പോൾ നോക്കട്ടെ, കണ്ടില്ലേ. ഇതിപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. കണ്ടാ, ഇത് നല്ലൊരു ഇതാണ്, കാണില്ലേ. ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാമല്ലോ. ഈ ലേശം ഉണങ്ങിയ പോലെ ആയിക്കഴിഞ്ഞു, നേരാമണ സ്വരൂപമായില്ല. പിന്നെ നന്നാവിടത്തിൽ ഇനി നല്ലോണം പണിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്, കാണില്ലേ.
ഇതിപ്പോൾ ഇനി ഒഴിച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം ഇതിനെല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഞാൻ തക്കാളി ഇപ്രാവശ്യം തക്കാളിക്കൊന്നും ഞാൻ പണിയെടുക്കാൻ പറ്റിയില്ല, എനിക്ക് കഴിയാതുകൊണ്ട്. എന്നാലും ലേശം എടുക്കാൻ ചെറിയ നന്നാവില്ലല്ലോ, എന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് പണിയെടുക്കുന്നത്. തക്കാളി നട്ടതല്ലാണ്ട് മര്യാദക്കൊരു പണിയെടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് നന്നാവൽ കുറവാണ്. എനിക്കിത് പറഞ്ഞിട്ട് കാര്യമില്ല. ആകുമ്പോലെ ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ അതിന് ചെയ്തതാണ്. ഇനിയിപ്പം ശേഷം നോക്കിയിട്ട് നോക്കാം, നമുക്ക് ആകുമ്പോലെ നോക്കിയിട്ട് എടുക്കാൻ നേരിച്ചിട്ട് എനിക്കും എടുക്കുന്നു. ഇപ്പോൾ എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും പച്ചക്കറി കൃഷി ആയാലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെന്താ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പണിയെടുക്കണം. കൃത്യമായിട്ട് പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഗുണമായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ നന്നാവില്ല. ഏത് നമ്മൾ അധ്വാനം നല്ലപോലെ വേണം, എന്നാൽ മാത്രമേ നമ്മൾ പച്ചക്കറിയെല്ലാം എന്തെന്നായാലും വയ്യന്നെ നടന്ന് നമ്മൾ നല്ല ഇഷ്ടംപോലെ പണിയെടുത്ത് ഇവരെ നല്ല നമ്മൾ സന്തോഷിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ അനുഭവം കിട്ടുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ഒന്നും കിട്ടൂല. അതാണ് നമ്മളെ ഈ പച്ചക്കറിക്കെല്ലാം പിന്നെ ദിവസം വയ്യന്നെ ആൾ വേണം. ഒരു ദിവസം ചെയ്യാതെ കൊണ്ട് വയ്യന്നെ നടന്നിട്ട് പിന്നെ നമ്മളാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ പച്ചക്കറിയെല്ലാം ഏത് കറി ആയിരുന്നു നമ്മൾ നന്നായി എടുക്കേണ്ടിക്ക് നമ്മളതായ ഒരു ഇതുണ്ട്. ഇപ്പോൾ തക്കാളി കയ്പ്പെല്ലാം കാണുന്നില്ല, നല്ല ഉഷാറായിട്ട് ഇപ്പോൾ കയ്പ്പൊക്കെ ഉണ്ടായിക്കോണ്ട് നിൽക്കുന്ന. എപ്പോൾ ഉണ്ടാകുന്നു നല്ല വലിയ കയ്പ്പൊക്കെ. അതുകൊണ്ട് ഇപ്പം എനിക്ക് വരാൻ വരെ എന്തെല്ലോ വിഷമങ്ങളില്ലോണ്ട് ഇതിന് പറ്റുന്നില്ല. എനിക്ക് ഇതിനെ നോക്കാൻ പറ്റുന്നില്ല. പച്ചക്കറി നമുക്ക് വയ്യന്നെ നടന്നിട്ട് നോക്കാൻ പറ്റണ്ടേ. ഇപ്പം ഇങ്ങോട്ട് തിരിച്ച് നോക്കാനേ പറ്റുന്നില്ല, വെള്ളമടിക്കാൻ തന്നെ പറ്റുന്നില്ല ദിവസവും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ മരുന്ന് അടിച്ചതിൻ്റെ ഈ മരുന്ന് കലക്കി വെച്ച് കൊടുത്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 2 ദിവസമേ കഴിയുള്ളൂ, അന്നേരം തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ഇതാണ്. ഇതിൻ്റെ റിസൾട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. എന്താ ഇത് കണ്ടില്ല, ഇത് ഞങ്ങൾ എടുത്തിട്ട് ഇത് മാറ്റി വെക്കാൻ എനിക്ക് പറ്റാതെ കൊണ്ടാണ് ഇത് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവെക്കണം. ഇനിയിപ്പോൾ എനിക്ക് ആവുന്നില്ല. ഇനിയിപ്പോൾ നാളെ മാറ്റി നോക്കിയിട്ട് കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ഇത് വിടാകുമ്പം കായൊന്നും ഉണ്ടാവില്ല. എന്താ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇത് കണ്ട, ഈ ചീര കണ്ട, ഇത് ഞാൻ ഇതിനിടയ്ക്ക് ചാക്കിൽ നട്ട് ചീരയാന്ന് കണ്ട. അതിൻ്റെ ഉഷാറ് കണ്ട, അത്ര വളർന്നു എന്നറിയാം. നോക്കിയാൽ അത് പൊട്ടിക്കാനായി. ഇത് കണ്ട, നല്ല ചീരയാണ്, ഒരു കുഴപ്പമില്ല, ഒരു തൂക്കേടുമില്ല, ഒന്നുമില്ലാണ്ട് വരുന്ന വളർന്നിട്ടുണ്ട. ഇതാ വല്ല ഒന്നും അങ്ങനെ പണിയെടുത്തിട്ടില്ല, ഇത് നട്ട വല്ലേ ഉള്ളൂ കണ്ട. ഇതിപ്പോൾ അപ്പുറം പുറത്ത് നട്ടതിനെക്കാട്ടി നല്ല ഉഷാറിൽ വന്നിട്ടേ ഉള്ളൂ. അതേപോലെ എൻ്റെ ചേമ്പ് വേണ്ട, ചേമ്പ് വേണ്ട, വളർന്നിട്ട് വേണ്ട, നല്ല വലിയ വളർന്നിട്ട് വേണ്ട. ചേമ്പ് വേണ്ട, നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട്. ചേമ്പ് കണ്ടില്ലേ, ഇതാ എന്താ ചേനയാവുന്നുണ്ട്. ചേമ്പ് വേണ്ട, ഇതാ ചേമ്പ് കണ്ടില്ലേ, നല്ല ഉഷാറ് ചേമ്പാന്ന്. ഇതാ ഉഷാറായിട്ട് ചേമ്പ് നട്ടിട്ട് അത്രയും ആയിട്ടുള്ള നട്ടിട്ട് ഇനിയിപ്പോൾ നല്ല ഉഷാറായിട്ട് വളരും. എൻ്റെ വളത്തിൻ്റെ പവറാണ് എൻ്റെ ചെടി നന്നാവുന്നത്. എല്ലാവരും ഇങ്ങനെ ഞാനിതുപോലെയൊന്നും വളം ഇടില്ല, അതാണ് അതിൻ്റേതായ മാറ്റങ്ങൾ.
എല്ലാത്തിനും ഞാൻ നല്ലപോലെ വളമിടും. എൻ്റെ കപ്പ വേണ്ട ഇതാ നല്ല ഉഷാറുണ്ട് കപ്പ വേണ്ട 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 കപ്പ വേണ്ട ഇതാ കുറച്ച് അടുത്ത് പോയിന് ചോരയിലായിപ്പോയി. അത് കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ വെച്ചാൽ പന്നി വെച്ചക്കൂല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തന്നെ ഈ മുറ്റത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഈ മുറ്റത്ത് തന്നെ ആകുമ്പം ഇപ്പുറം റോഡ് വണ്ടി വരുന്നതുകൊണ്ട് ഇങ്ങനെ ഇറുക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് നല്ല കപ്പയായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ കണ്ടില്ലേ നല്ല കപ്പ വേണ്ട നല്ല ശക്തിയോടെ വന്നിട്ടുണ്ട് കപ്പ. അത് ചെറുതായിപ്പോയി, അത് അതിൻ്റെ ഉള്ളിലായിപ്പോയി. അതിപ്പോൾ ഒരു എടുത്തിട്ട് ഇടയ്ക്ക് മാറ്റി വെക്കണം, എന്നാലും മാത്രമേ നന്നാവുള്ളൂ. ഇനിയിപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ഫലപ്രദമാണെങ്കിൽ മാത്രം നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് പറയുക. ഇത് ചെയ്ത് നോക്കിയിട്ട് ഉപകാരം ഉണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അത്രയും ഗ്യാരണ്ടിയാണ് ഞാനിത് ഈ കാര്യത്തിന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ പൂക്കാനും കായ്ക്കാനും എല്ലാം ആയ സമയമായതുകൊണ്ടാണ് ഞാനത് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഇനി എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. എനിക്ക് എന്താ വേണിച്ചാൽ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നന്ദി, നമസ്കാരം. നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.